ഇപ്പോഴിത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വമ്പൻ നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് 6 വർഷത്തിന് ശേഷം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ സാമ്പത്തിക ഇൻ്റലിജൻസ് കമ്മിറ്റി വീണ്ടും സജീവമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ബീഹാറിൽ നമുക്കറിയാം വോട്ട് ചോരിയുടെയൊക്കെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ബീഹാറാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ചതും വലിയ റാലികൾ നടത്തിയതും. എന്നിട്ടും അതിനൊന്നും അവിടെ യാതൊരുവിധ എഫക്റ്റും ഉണ്ടാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ബീഹാറിൽ നിന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. ബീഹാറിൽ അവിടെ BJP 5 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ വിജയിച്ച് കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള മഹാസഖ്യം മഹാഗഡ്ബന്ധൻ അത് പൊളിഞ്ഞ് പാളീസായിപ്പോയി എന്ന് പറയാൻ സാധിക്കുന്നു. JMM എന്ന് പറഞ്ഞ പാർട്ടി എല്ലാം തന്നെ അവർക്ക് പുറത്തു പോയി കഴിഞ്ഞു. പോരാത്തതിന് അവിടെ പല സ്ഥലങ്ങളിലും കോൺഗ്രസും RJDയും CPM ഒക്കെ നേർക്കുനേർ മത്സരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോഴിത് 6 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാമ്പത്തിക ഇൻ്റലിജൻസ് അതിൻ്റെ കമ്മിറ്റി വീണ്ടും സജീവമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വോട്ട് ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വളരെയധികം സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമായി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ SIR നടപ്പിലാക്കിയതും അവിടെയുള്ള കുടിയേറ്റക്കാരെ പിടിച്ച് പുറത്താക്കിയതും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയതും അവിടെയുള്ള മറ്റ് സകല ആൾക്കാരെയും അതായത് വോട്ടർ ലിസ്റ്റ് ക്ലീൻ ആക്കി മാറ്റി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അവിടെ കള്ളവോട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബുർഖയിട്ട് വരുന്നവരെ പരിശോധിക്കാനായിട്ട് അങ്കണവാടി സ്കൂൾ ടീച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വമ്പൻ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇനി അവിടെ വരാൻ പോകുന്നത് സാമ്പത്തിക ഇൻ്റലിജൻസ് കമ്മിറ്റിയാണ്. അത് വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ സാധനമെന്ന് നോക്കുക. തിരഞ്ഞെടുപ്പ് ഇൻ്റലിജൻസ് സംബന്ധിച്ച മൾട്ടി ഡിപ്പാർട്ട്മെൻ്റൽ കമ്മിറ്റിയുടെ യോഗം വെള്ളിയാഴ്ച ഡൽഹിയിൽ നടന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. നേരത്തെ ഈ കമ്മിറ്റിയുടെ അവസാന യോഗം 2019 നടന്നത്. വിവിധ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെയും കേന്ദ്ര പോലീസ് സേനകളുടെയും തന്ത്രങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള വഴികൾ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 2014 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പാണ് തിരഞ്ഞെടുപ്പ് ഇൻ്റലിജൻസ് സംബന്ധിച്ച് ഈ മൾട്ടി ഡിപ്പാർട്ട്മെൻ്റൽ കമ്മിറ്റി രൂപീകരിച്ചത് എന്നത് എടുത്തു പറയേണ്ടതാണ്. 2014 2019 ഇടയിൽ ഈ കമ്മിറ്റി ഇടയ്ക്കിടെ സജീവമായി തുടർന്നു. എന്നിരുന്നാലും അതിനുശേഷം ഔപചാരിക യോഗങ്ങളൊന്നും തന്നെ നടന്നില്ല. എന്നിരുന്നാലും പരസ്പരം സമയത്ത് ഏജൻസികൾ പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ട് ധൻശക്തിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഈ കമ്മിറ്റിയിൽ 17 വകുപ്പുകളും ഏജൻസികളുമാണ് ഉൾപ്പെടുന്നത്. ഇതിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, റവന്യൂ ഇൻ്റലിജൻസ് വകുപ്പ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനു മുന്നോടിയായി വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി പണം, മദ്യം, മയക്കുമരുന്ന് എന്നിവ കൊടുക്കുന്ന പല ടീമുകളുമുണ്ട്. ഈ ടീമുകളെയൊക്കെ കണ്ടുപിടിച്ച് അടപടലം പൂട്ടുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതിപ്പോൾ വളരെ ഊർജ്ജസ്വലമായി ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.